പാകിസ്ഥാൻ പട്ടാളത്തിന് ഉള്ള മറ്റൊരു അസ്വസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനി പത്രമായിട്ടുള്ള ഡോൺ തന്നെയാണ്. ഈ വാർത്ത പറയുന്നത് റിപ്പോർട്ട്സ് ഓഫ് അൺഈക്വൽ റേഷൻസ് ആൻഡ് ഗിയർ ഫോർ ബലൂച്ച്, സിന്ധ്, പഷ്തൂൺ സോൾജേഴ്സ് ഇൻ ആർമി എന്നുള്ളതാണ്. അതായത് ഈ കലാപം കൊടികുത്തി നടക്കുന്ന പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളുണ്ട്. ഒന്ന് ബലൂച്ച്, അവിടെ BLA ആർമി ഉണ്ട്. BLA ആർമി ബലൂച്ച് പാകിസ്ഥാന്റെ 40% വരും. അത് ഒരു രാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞു വലിയ കലാപം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധ് പ്രവിശ്യയുണ്ട്. സിന്ധിലും വലിയ കലാപം നടക്കുകയാണ്. പോരാത്തതിന് പഷ്തൂൺ മേഖലയിൽ തെഹ്രീക്കെ താലിബാൻ ആറാടുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള സോൾജേഴ്സിന്, അങ്ങോട്ടൊക്കെ പോകുന്ന സോൾജേഴ്സിന് പാകിസ്ഥാൻ ആർമി കൊടുക്കുന്നത് അൺഈക്വൽ ആയിട്ടുള്ള റേഷൻസും ഗിയേഴ്സുമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ആയുധങ്ങൾ, അവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അവർക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിലായിരുന്നാലും വലിയ രീതിയിലുള്ള അനീതി നേരിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡോൺ തന്നെ, പാകിസ്ഥാൻ പത്രമായിട്ടുള്ള ഡോൺ തന്നെ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും മെയ് 3 വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഫ്രഷ് കൺസേൺസ് ഹാവ് ഇമേർജ്ഡ് ഓവർ അലിഗഡ് ഡിസ്പാരിറ്റീസ് വിത്തിൻ ദ പാകിസ്ഥാൻ ആർമി, particularly regarding the treat of Baloch, Sindh and Pashtun soldiers. Reports suggest that these personnel are often provided with inferior rations and outdated gears, unlike their Punjab counterparts. Such claims through unofficial echo long-standing grievances of ethnic base and institutional inequality. അതായത് വംശത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ജനതയെ, പാകിസ്ഥാനിലുള്ള ആർമി അതായത് പട്ടാളക്കാരെ വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിച്ച ശേഷം പാകിസ്ഥാനിലെ തലവനായിട്ടുള്ള, അതായത് പാകിസ്ഥാനിലെ ഈ പട്ടാളത്തിന്റെ തലവനായിട്ടുള്ള അസീം മുനീറിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ബലിയാടാക്കാൻ എന്നുള്ള രീതിയിൽ BLA ആർമിക്കും തെഹ്രീക്കെ താലിബാനുമുള്ള സ്ഥലത്ത് അവരെ വിന്യസിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് പാകിസ്ഥാനി മാധ്യമമായിട്ടുള്ള ഡോൺ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒബ്സർവേഴ്സ് ആർഗ്യൂ ദാറ്റ് ദിസ് റിഫ്ലെക്ട്സ് ഡീപ്പർ സ്ട്രക്ചറൽ ഇഷ്യൂസ് വിത്തിൻ ദ മിലിറ്ററി വെയർ എത്നിക് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഹിസ്റ്റോറിക് ഇംബാലൻസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ്. അതായത് വലിയ രീതിയിലുള്ള ഇൻസ്റ്റബിലിറ്റി, അസ്ഥിരതയും വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ പട്ടാളത്തിനകത്ത് തന്നെയുള്ള ഒരു വംശീയമായിട്ടുള്ള വേർതിരിവുമാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് പറയുന്നത്. ഡീപ്പ് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട്. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിലെ ആ ഒരു ഘടന തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് വിധേയമായിരിക്കുന്നു എന്ന് തന്നെയാണ് പത്രമായിട്ടുള്ള ഡോൺ പറയുന്നത്. അങ്ങനെ പട്ടാളക്കാരെ പാകിസ്ഥാൻ തന്നെ കുരുതി കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരിൽ ഒരാൾക്ക് വേദനിച്ചാൽ പോലും നമ്മൾ 140 കോടി ഇന്ത്യക്കാർക്കും വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ജനതയും ഇന്ത്യയുടെ സർക്കാരും ഒരിക്കലും കൊലയ്ക്ക് കൊടുക്കാറില്ല. ഇന്ത്യൻ പട്ടാളക്കാർ വീരമൃത്യു വരിക്കുകയാണ് ചെയ്യുന്നത്. അവർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ മണ്ണിനും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി അവർ ഭീകരവാദികൾക്ക് മുന്നിലേക്ക് അവരെ അടിച്ചമർത്താനായി പുറപ്പെടുമ്പോൾ, അവരെ കൊന്നു തള്ളാനായി പുറപ്പെടുമ്പോൾ അവർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ പാകിസ്ഥാനിലെ സ്ഥിതി, പട്ടാള മേധാവി തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള ആൾക്കാരെ വംശീയമായി വേർതിരിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ മരണത്തിന് വിധേയനാവാൻ വേണ്ടി അല്ലെങ്കിൽ ബലിയാടാക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് എന്നാണ് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ തന്നെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.